തെറ്റല്ലാതാവും. അപ്പോൾ ഈ തെറ്റും ശരിയും വേർതിരിക്കാൻ ശരിക്കും ഒരു മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നതാണ് വന്നിട്ടുള്ളൊരു സംശയം. ഈ തെറ്റും ശരിയും വേർതിരിക്കാൻ ഒരു മാനദണ്ഡം ഉണ്ടായാൽ മതി. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വേർതിരിക്കാറുണ്ട്. നല്ല മീനേത്, ചീത്ത മീനേത്, നമുക്കൊരു മാനദണ്ഡം ഉണ്ടായാൽ മതി. നല്ല സാധനം ഏത്, ചീത്ത സാധനം ഏത്, വേർതിരിക്കാൻ ഒരു ക്രൈറ്റീരിയൻ ഉണ്ടായാൽ മതി. അപ്പോൾ ഒരു കാര്യം നന്മയാണോ തിന്മയാണോ അത് വേർതിരിക്കാൻ ഒരു മാനദണ്ഡം ഉണ്ടായാൽ മതി. പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചാലും ദൈവേതരമായ ഒരു മാനദണ്ഡം നന്മ തിന്മ വ്യവച്ഛേദത്തിന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷം എടുക്കാൻ പറ്റൂല. ഭൂരിപക്ഷം ആളുകൾ നന്മ ആണ് എന്ന് പറയുന്നു എന്ന് കരുതി അതിനെ നന്മയായി അംഗീകരിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത് പോലെ ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ ജൂതവിരോധമാണ് പൊതുവികാരം, ദേശവികാരം. അപ്പോൾ ജൂതന്മാർ വധിക്കപ്പെടണമെന്നത് അതിനൊരു നല്ല കാര്യമായിട്ട് അംഗീകരിക്കേണ്ടി വരും. കാരണം ഭൂരിപക്ഷത്തെ മാനിച്ചുകൊണ്ട് നന്മ തിന്മ തീരുമാനിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഇന്നത്തെ നന്മ നാളെ തിന്മയായിട്ടൊക്കെ ആളുകൾക്കിടയിൽ മാറ്റം വരും. മനുഷ്യൻ തന്നെ പഠനം വരുന്നതിനനുസരിച്ച്, അറിവ് നേടുന്നതിനനുസരിച്ച്, ചീത്ത അറിവുകൾ സമാഹരിക്കുന്നതിനനുസരിച്ചൊക്കെ കാഴ്ചപ്പാടുകൾ മാറും. അപ്പോൾ ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ മാറാത്ത മാനദണ്ഡങ്ങൾ വേണം. ഇപ്പോൾ ബോൾ പോകുന്നതിനനുസരിച്ച് ഗോൾ പോസ്റ്റ് വെക്കാൻ പറ്റില്ല. മൂവബിൾ ഗോൾ പോസ്റ്റ് അല്ല വെക്കേണ്ടത്. ഗോൾ പോസ്റ്റ് ഫിക്സ്ഡ് ആയി വെക്കണം. അതിൽ ഉള്ളിലൂടെ പോയാൽ ഗോൾ, പുറത്തൂടെ പോയാൽ ബോൾ. അപ്പോൾ നന്മ തിന്മ വിച്ഛേദനത്തിൻ്റെ അതിനൊരു കൃത്യമായ മാനദണ്ഡം വേണമെങ്കിൽ അത് മനുഷ്യേതരമായിരിക്കണം, ബിയോണ്ട് ഹ്യൂമൻ സബ്ജക്റ്റിവിറ്റി ആയിരിക്കണം. അതിനൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് കാലാതീതനായ, ഒരു കാലത്തും ഒരു മാറ്റവും വരാത്ത, എല്ലാ അറിവുമുള്ള, ഒരു പ്രവൃത്തിയുടെ കോൺസിക്വൻസസിനെ കുറിച്ച് പൂർണ്ണജ്ഞാനമുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശം. അപ്പോൾ നമ്മൾ നന്മ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്താ? ദൈവിക നിർദ്ദേശത്തിൽ കൽപ്പിക്കപ്പെട്ടത്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് നന്മ, വിലക്കപ്പെട്ടത്, നിരുത്സാഹപ്പെട്ടത് തിന്മ. ഇതല്ലാത്ത ഒരു മാനദണ്ഡം ലിബറൽ ലോകത്തിന് ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർ കണ്ടെത്താൻ ശ്രമിച്ചതൊക്കെ ഒരു സ്ഥലത്ത്, ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ആ കാര്യം മനസ്സിലാവാം. ഇപ്പം അവർ പറയുന്നൊരു സാധനമാണ്, ജനങ്ങൾക്കൊക്കെ സുഖം നൽകുന്നതാണെങ്കിൽ അത് നന്മ, ജനങ്ങൾക്കൊക്കെ വേദന നൽകുന്നതാണെങ്കിൽ അത് തിന്മ. കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്താനും പറ്റും. പക്ഷേ ഒരു കാര്യം ഒരാൾക്ക് സുഖമാണ്, വേറൊരാൾക്ക് വേദനയാണ്. അപ്പോൾ പിന്നെ ഇത് എന്താ കാട്ടുക എന്നാവും അടുത്ത ചോദ്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, വിവാഹേതരമായ ബന്ധങ്ങൾ, അത് ലിബറൽ ലോകത്ത് നന്മയാണ്. നന്മ മീൻസ് അത് അനുവദനീയമാണ്. അപ്പോൾ നമ്മൾ പറയും, ഓക്കെ, ഭർത്താവിൻ്റെ അവിഹിതമാണെങ്കിൽ ഭർത്താവിന് സുഖമാണ്, പക്ഷെ ഭാര്യയ്ക്ക് അത് ദുഃഖമാണ്. ഒരാൾക്ക് സുഖം, ഒരാൾക്ക് ദുഃഖം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിതിനെ നന്മയായിട്ട് കാണുക? അപ്പോൾ ഒരു അടുത്ത മെത്തഡോളജി ഉണ്ട്, അടുത്തൊരു മെത്തേഡ് ഉണ്ടാക്കും. ചില കാര്യങ്ങളെ നന്മയാക്കാൻ വേണ്ടി മാനദണ്ഡങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കും. അപ്പോൾ അവർ പറയും, കൂടുതൽ ആളുകൾക്ക് സുഖമാണെങ്കിൽ നന്മ, കുറച്ച് പേർക്ക് സുഖമാണെങ്കിൽ അത് തിന്മ. അതായത് സുഖമാണ് ദുഃഖത്തേക്കാൾ കൂടുതലെങ്കിൽ, സന്തോഷമാണ് വേദനയേക്കാൾ കൂടുതലെങ്കിൽ അത് നന്മ. എന്നിട്ട് അവർ പറയും, ഈ അവിഹിത ബന്ധത്തിൽ ഭർത്താവിനും സുഖം, കാമുകിക്കും സുഖം, രണ്ടുപേർക്കും സുഖമുണ്ട്, ഭാര്യയ്ക്ക് ദുഃഖം. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് സുഖമാണ്, അപ്പോൾ അതിനെ നന്മയാക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഗ്യാങ് റേപ്പിന്റെ കേസ് എന്താ? ഒരു സ്ത്രീക്ക് വേദന, 10 പുരുഷന്മാർക്ക് സുഖം, അപ്പൊ നിങ്ങൾ അതിനെ വലിയ നന്മയാക്കണ്ടേ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയും, നിങ്ങൾ റേപ്പിന് അനുകൂലിച്ച് വാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് മാറ്റും. അപ്പൊ ദൈവേതരമായ ഏത് മാനദണ്ഡം കൊണ്ടുവന്നാൽ ഈ പ്രശ്നം വരും എന്ന് മാത്രം. ബാക്കി